നമ്മളുടെ ഭൗതികവും സാമൂഹികവും വൈകാരികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന വസ്തുക്കളുടെ രൂപകൽപ്പന, നിർമ്മാണം, പരിപാലനം തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന ശാസ്ത്രശാഖയാണ് വാസ്തുശാസ്ത്രം. വസ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വാസ്തു എന്ന പദം ഉണ്ടായിരുന്നത്. വസ് എന്ന് പറഞ്ഞാൽ വസിക്കുക, താമസിക്കുക, കുടികൊള്ളുക എന്നിങ്ങനെയാണ്. ഏതൊന്നിലാണോ മർത്യരും അമർത്യരും കുടികൊള്ളുന്നത് അതാണ് വാസ്തു. വാസ്തുവിദ്യയെപ്പറ്റി പഠിക്കാൻ പ്രധാനമായും 3 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് പുരാതന ഗ്രന്ഥങ്ങളാണ്. വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള പുരാതന ഗ്രന്ഥങ്ങളായ മയമതം, മാനസാരം, വിശ്വകർമ്മ ശിലാശാസ്ത്രം, മനുഷ്യാലയ ചന്ദ്രിക തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പഠനവിധേയമാക്കുന്നതിലൂടെ വാസ്തുവിദ്യയെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുന്നു. രണ്ടാമത്തത് വാമൊഴിയായും അതുപോലെ തന്നെ പാരമ്പര്യമായും പകർന്നു വന്ന അറിവുകളാണ്. ആചാര്യന്മാരിൽ നിന്ന് ശിഷ്യനിലേക്കും ശില്പികൾക്കിടയിൽ തന്നെയും പാരമ്പര്യമായി പകർന്നു വന്ന ഈ അറിവുകൾ വാസ്തുവിദ്യയുടെ സൂക്ഷ്മമായ തലങ്ങൾ വരെ ഉൾക്കൊള്ളുന്നു. മൂന്നാമത്തേത് പുരാതന നിർമ്മിതികളാണ്. ക്ഷേത്രങ്ങൾ, തറവാടുകൾ, കൊട്ടാരങ്ങൾ തുടങ്ങിയ വാസ്തുവിദ്യയുടെ ശാസ്ത്രവും അതേപോലെ ഭംഗിയും ഉൾക്കൊള്ളുന്ന ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇവ പഠനവിധേയമാക്കുന്നതിലൂടെ വാസ്തുവിദ്യയെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുന്നു.